നമസ്കാരം. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഞാൻ ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യും. ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന വിഷയം വിവാഹം നടക്കാത്തവരുടെ കാര്യമാണ്. ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. വിവാഹം നടക്കുന്നില്ലെങ്കിൽ തടസ്സങ്ങൾ പലതും ഉണ്ടാകും. ആ തടസ്സങ്ങൾ മാറ്റി നമുക്ക് വിവാഹം നടത്താൻ സാധിക്കും. അപ്പോൾ പല വിധത്തിലെ വിവാഹ തടസ്സങ്ങൾ ഉണ്ടാകാം. ഒരുവനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഒരു സ്ത്രീയെ സംബന്ധിച്ചോ, അല്ലെങ്കിൽ ഒരു പുരുഷനെ സംബന്ധിച്ചോ പല വിധത്തിൽ വിവാഹ തടസ്സങ്ങൾ വന്നു ചേരാം. ഒന്ന്, കുടുംബദേവതാ ദോഷങ്ങൾ ഉണ്ടെങ്കിൽ, ചിലവർക്ക് കുടുംബദേവതനെ ആരാധിക്കുന്ന പതിവ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ കുടുംബദേവത അറിയാത്തവരുണ്ടാകാം. കുടുംബ ക്ഷേത്രം അറിയാത്തവരോ അല്ലെങ്കിൽ അതിലെ കുടുംബദേവതയെ അറിയാത്തവരോ കണ്ടെന്നു വരാം. ഇനി എല്ലാവരും തന്നെ ചിലപ്പോൾ അവിടെ പോകാതെ ഇരിക്കുന്നതും ഈ കുടുംബദേവതയുടെ ദോഷം വരാവുന്നതാണ് അവർക്ക്. അപ്പൊ അങ്ങനെയുള്ള ഈ കുടുംബദേവതാ ദോഷം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കുന്നില്ല. ആ കുടുംബത്തിലെ അംഗങ്ങൾക്ക് വിവാഹ സംബന്ധമായ കാര്യങ്ങളൊന്നും ചിലപ്പോൾ നടന്നില്ല എന്ന് വരാം. ഇങ്ങനെയൊക്കെ വരാറുണ്ട്. അപ്പൊ ഒന്ന് കുടുംബദേവതാ ദോഷം. മറ്റൊന്ന് ശത്രുദോഷങ്ങൾ ഉണ്ടെങ്കിൽ. ശത്രുദോഷം പല വിധത്തിൽ ശത്രുദോഷമുണ്ട്. ചിലവര് കല്യാണം മുടക്കികളുണ്ട്, ഇല്ലേ? വണ്ടിക്കാശും മുടക്കി കല്യാണം മുടക്കാൻ പോണ ചില ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ചില ശത്രുദോഷങ്ങൾ ഉണ്ടാകും ചിലവരെ സംബന്ധിച്ച്. അപ്പൊ ശത്രുദോഷം കൊണ്ടും കല്യാണം മുടങ്ങും. അതുകൂടാതെ ജാതക ദോഷം കൊണ്ടും കല്യാണം നടക്കാതെ വരാം. അതായത് ഒരുവന്റെ ഗ്രഹനിലയിൽ ചില ഗ്രഹങ്ങൾ ദുസ്ഥാനത്താണ് നിൽക്കണമെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഒരു തടസ്സം വരാം. അതായത് നമ്മ ഗ്രഹങ്ങളെ പറ്റി ചിന്തിക്കുമ്പോൾ വിവാഹത്തിന്റെ കാരകത്വമുള്ളത് ശുക്രനെയാണ്. ശുക്രൻ എവിടെ നിൽക്കുന്നു, അല്ലെങ്കിൽ ഏഴാം ഭാവത്തിൽ ഏഴാം ഭാവമാണ് വിവാഹത്തിന്റെ ഭാവം. അപ്പൊ വിവാഹത്തിന്റെ ഭാവത്ത് വിവാഹകാരകനായ ശുക്രൻ നിൽക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ശുക്രൻ ഏത് ഭാവത്ത് നിൽക്കുന്നു, അല്ലെങ്കിൽ ശുക്രനെ നോക്കുന്ന ഗ്രഹങ്ങൾ ഏതാണ്, ശുക്രൻ ഏത് രാശിയിൽ നിൽക്കുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഗ്രഹനില വഴി നമ്മൾ നോക്കാറുണ്ട്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ജാതകത്തിൽ ചില ഗ്രഹങ്ങൾ നല്ല സ്ഥാനത്തല്ല നിൽക്കുന്നതെങ്കിൽ ചിലപ്പോൾ അവിടെ മംഗളകർമ്മങ്ങളൊന്നും നടക്കാതെ വരും. ഇത് പതിവാണ്. പിന്നെ പിതൃക്കളുടെ ശാപം, അതായത് മൺമറഞ്ഞു പോയ ആ കുടുംബത്തിലെ മൺമറഞ്ഞു പോയ വ്യക്തികൾ, അവരുടെ ദോഷമുണ്ടെങ്കിൽ അവിടെയും മംഗളകർമ്മങ്ങളൊന്നും നടക്കാൻ സാധ്യത കുറവാണ്. പിന്നെ അതുകൂടാതെ വാസസ്ഥലത്ത് ദോഷമുണ്ടെങ്കിൽ, അവര് താമസിക്കുന്ന സ്ഥല സംബന്ധമായ എന്തെങ്കിലും ദോഷമുണ്ടെങ്കിൽ മംഗളകർമ്മങ്ങൾ നടക്കില്ല. അതുകൂടാതെ പിന്നെ ബാധാദോഷങ്ങളുണ്ടെങ്കിൽ, ഏതെങ്കിലും വിധത്തിൽ വല്ല ബാധാദോഷങ്ങളുണ്ടെങ്കിൽ അവിടെയും മംഗളകർമ്മങ്ങൾ നടക്കില്ല. പിന്നെ സർപ്പദോഷം എന്ന് പറഞ്ഞാൽ ഈ ജന്മത്തിലല്ല, കഴിഞ്ഞ ജന്മത്തിലാണെങ്കിലും സർപ്പദോഷങ്ങൾ ഏറ്റിട്ടുണ്ടെങ്കിൽ അത് ഈ ജന്മത്തിലും അതിന്റെ അനുഭവം ഉണ്ടായെന്ന് വരും. അങ്ങനെയുള്ളവർക്കും മംഗളകർമ്മങ്ങളോ വിവാഹങ്ങളോ നടക്കാൻ സാധ്യത തടസ്സം വരുന്നതാണ്. അപ്പൊ പരിഹാരമായിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഇതിന് പരിഹാരമായിട്ട് ചെയ്യുന്ന ഒരു വിവാഹ പ്രശ്നം വെച്ച് നോക്കിയാൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും. എന്തുകൊണ്ടാണ് നിങ്ങളുടെ വിവാഹം നടക്കാത്തത്? അപ്പൊ അങ്ങനെ വിവാഹത്തിന് തടസ്സം കണ്ടു കഴിഞ്ഞാൽ അതിനുള്ള ആ പരിഹാരം ചെയ്യണം. പരിഹാരം എന്ന് പറഞ്ഞ് ഇന്നിപ്പോ വിവാഹം നടത്തി കൊടുക്കാമെന്നും മറ്റു കാര്യങ്ങൾ സാധിച്ചു കൊടുക്കാന്നൊക്കെ പറഞ്ഞ് ആയിരക്കണക്കിന് രൂപ മേടിച്ച് പൂജയും ഹോമവും ഒക്കെ നടത്തി കൊടുക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. ഞാൻ അതിലെ കൂട്ടത്തിൽപ്പെട്ട ആളല്ല. ഞാനൊരു പൂജയോ ഹോമം പറഞ്ഞു കൊടുക്കാറില്ല. ഞാൻ ചെറിയ ചെറിയ വഴിപാടുകൾ, നിങ്ങളാൽ കഴിയുന്ന വഴിപാടുകൾ നിങ്ങളുടെ മതാചാര പ്രകാരം ചെയ്യാം. ഇപ്പൊ ക്രിസ്ത്യാനിയോട് പോയി അമ്പലത്തിൽ പോയി വഴിപാട് നടത്താൻ പറഞ്ഞാൽ പറ്റുമോ? പറ്റില്ല. അവരുടെ യാഥാസ്ഥിക കുടുംബക്കാരാണെങ്കിൽ അവർ പോകൂല, ഇല്ലേ? അതേപോലെ തന്നെയാണ് മുസ്ലിം സമുദായത്തിൽപ്പെട്ട നിങ്ങൾ. അവരെ സംബന്ധിച്ചും അവർക്ക് ഈ ക്ഷേത്രങ്ങളിൽ പോയി വഴിപാട് നടത്താൻ പറ്റും, അല്ലെങ്കിൽ പള്ളിയിൽ പോയി മറ്റേ ക്രിസ്ത്യൻ പള്ളിയിൽ പോയി വഴിപാട് നടത്താൻ പറ്റില്ല. അപ്പൊ അവർക്കും ഓരോ മതക്കാർക്കും അവർക്ക് അനുയോജ്യമായ വിധത്തിലുള്ള വഴിപാടുകൾ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഒരുപാട് പേരുടെ വിവാഹം നടന്നിട്ടുണ്ട്.
പലരും എന്നെ വിളിച്ച് വിവാഹം നടന്ന കാര്യം എന്നോട് വിളിച്ച് പറഞ്ഞിട്ടുള്ളതുമാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട, ഞാൻ വലിയ ഹോമം പൂജയും നടത്തി കാശ് മേടിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ ഇടുന്നത് എന്ന് നിങ്ങൾ ഒരിക്കലും തെറ്റിദ്ധരിക്കേണ്ട. ഞാൻ അങ്ങനെ വിചാരിച്ചുകൊണ്ടല്ല ഈ വീഡിയോ ഇടുന്നത്. ഒത്തിരി ആൾക്കാർക്ക് എന്നിൽ നിന്ന് ഗുണം ഉണ്ടായിട്ടുണ്ട്, വിവാഹം നടന്നു പോയിട്ടുണ്ട്. അതുകൊണ്ട് അപ്പൊ വിവാഹം നടക്കാൻ വേണ്ടി ഞാൻ പറയുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ തയ്യാറാണെങ്കിൽ, അതെല്ലാം വീഡിയോയിൽ പരസ്യമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ അതിനു വേണ്ടി നിങ്ങൾക്ക് എന്നെ വിളിക്കാവുന്നതാണ്. അപ്പൊ അങ്ങനെ വിളിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു വിവാഹ പ്രശ്നം വെച്ച്, ഇനി നിങ്ങൾ എന്റെ അടുത്ത് തന്നെ വരണമെന്നോ നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് നല്ലൊരു ജ്യോത്സ്യൻ നിങ്ങളുടെ നാട്ടിലോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളോ ആയിട്ടുള്ള നല്ലൊരു ജ്യോത്സ്യന്മാരുണ്ടെങ്കിൽ ഒരു വിവാഹ പ്രശ്നം വെച്ച് നോക്കിയാൽ നിങ്ങളുടെ വിവാഹത്തിന്റെ തടസ്സം എന്താണെന്ന് നിങ്ങൾക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. പിന്നെ അദ്ദേഹം പറയുന്ന വിധത്തിലുള്ള ഒരു ചെറിയ ചെറിയ വഴിപാടുകൾ പറഞ്ഞു തരാൻ പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞു തരും. അല്ലാണ്ട് വലിയ ആയിരക്കണക്കിന് രൂപ വരുന്ന വലിയ ഹോമവും പൂജയും ഒക്കെ നടത്താൻ കഴിവില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ ചെറിയ ചെറിയ വഴിപാടുകൾ നടത്തി പറഞ്ഞു തരാനായിട്ട് ആ ജ്യോത്സ്യനോട് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞു തരും. നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിളിക്കാം. അപ്പൊ വിവാഹ പ്രശ്നം വയ്ക്കാനും ജാതക പരിശോധനയ്ക്കും നിങ്ങൾക്ക് ജ്യോത്സ്യന്മാരെ സമീപിക്കാവുന്നതാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിളിക്കാവുന്നതാണ്. അപ്പൊ എന്തെല്ലാം കാര്യങ്ങൾ, അപ്പൊ നമ്മൾ ഒരു രോഗം അറിഞ്ഞാൽ ആ രോഗത്തിന് നമുക്ക് ചികിത്സ നിശ്ചയിക്കാൻ പറ്റുള്ളൂ, ഇല്ലേ? അല്ലാതെ ഞാനിവിടെ കോമൺ ആയിട്ട് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അത് നിങ്ങൾ കേട്ട ഉടനെ പോയി അതേപോലെ ചെയ്താൽ ചിലപ്പോൾ ഫലിച്ചില്ലെന്ന് വരും. അപ്പൊ അതുകൊണ്ടാണ് ഒരു വിവാഹ പ്രശ്നം കൂടി നിങ്ങളുടെ പേരിൽ ജാതക പരിശോധന നടത്തി വിവാഹ പ്രശ്നം വെച്ച് നോക്കി എന്നിട്ടാണ് നിങ്ങൾക്ക് ഈ ചെറിയ ചെറിയ വഴിപാടുകൾ പറഞ്ഞു തരുന്നത്. അത് ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വിവാഹം നടക്കും എന്നൊരു വിശ്വാസത്തോടു കൂടി നിങ്ങൾ വഴിപാട് നടത്തിയാൽ തീർച്ചയായിട്ടും അത് നടന്നിരിക്കും, കേട്ടോ. ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കണം. ഈ വീഡിയോയിലെ ഈ വിഷയത്തെ പറ്റി നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ വിഷയം നിർത്തുന്നു. നന്ദി, നമസ്കാരം. എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.